പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ കർത്താവേ, വചനോത്സവത്തിൻ്റെ ഈ ആഴ്ചയുടെ അവസാനത്തിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വിശുദ്ധ ആരാധനയിൽ നീ ഞങ്ങളെ നയിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ നാഥനായ കർത്താവേ, വചനഘോഷണത്തിൻ്റെ 60 വർഷം പിന്നിട്ട ഈ ചുങ്കത്ര ഭദ്രാസന കൺവെൻഷനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 60 വർഷക്കാലം നീ ഞങ്ങളെ നയിച്ചു. ദൈവമായ കർത്താവേ, എല്ലാ കൃപകൾക്കായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരെ ഈ പ്രദേശത്തേക്ക് നീ പറിച്ചു നട്ടു. ഇവിടെ ഭൗതികമായി മാത്രമല്ല ആത്മീയമായി വളരുവാൻ പ്രിയ മക്കൾക്ക് നീ സഹായിച്ചു. ഈ കൺവെൻഷൻ ആരംഭിക്കുവാൻ തക്കവണ്ണം ഉള്ള ദർശനം പ്രിയപ്പെട്ടവർക്ക് നീ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 60 വർഷക്കാലം ഞങ്ങളെ നയിച്ച നേതൃത്വം നൽകിയ അഭിമന്യ തിരുമേനിമാർ, ബഹുമാനപ്പെട്ട പട്ടക്കാർ, ആത്മായ നേതാക്കർ, സുവിശേഷകർ, മറ്റ് പ്രവർത്തകർ എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെയൊക്കെ ലഭിച്ചതായിട്ടുള്ള നല്ല നേതൃത്വത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ 61ാമത് കൺവെൻഷനിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആദ്യോടന്തം നിന്റെ കൃപകൾ ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവേ, അനേകായിരങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു, നിന്റെ വചനം കേട്ടു ധന്യരായി ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരു ഭക്തജന കൂട്ടമായിട്ടല്ല കർത്താവെ, നിന്റെ പിന്നാലെ ഞങ്ങളുടെ ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കുന്നതായിട്ടുള്ള ശിഷ്യഗണങ്ങളായി തീരുവാൻ ഈ പ്രദേശത്ത് തുടർന്നും നിന്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിമാരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ദൂതുകൾക്കായി സ്തോത്രം. നിന്റെ അഭിഷിക്തരെ, നിന്റെ ദാസരെ കർത്താവെ കൺവെൻഷനിലേക്ക് നീ അയച്ചു. വചനം ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. ആ വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുവാനായിട്ടല്ല കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ഫലമുളവാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യവും കൃപയും ഇതുവരെയും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ ജൂബിലി സമ്മേളനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്ന അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഭദ്രാസനങ്ങൾക്കും ഇടവുകൾക്കൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ ആരാധനയിൽ നേതൃത്വം നൽകുവാൻ പ്രിയദാസനെ നീ ശക്തീകരിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ലഭിക്കുന്നതായിട്ടുള്ള നല്ല നേതൃത്വത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിന്റെ കൃപ അനുഗ്രഹങ്ങൾ തുടർന്നും നൽകി നീ പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനഘോഷണത്തിനായി അഭിവന്യ തിരുമേനിമാരെ ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് വീണ്ടും നിന്റെ ആത്മാവിനാൽ പ്രേരിതമായിട്ടുള്ള വചനം കേൾക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ നീ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിലൊക്കെ ഈ യോഗങ്ങളെ ധന്യമാക്കിയതായിട്ടുള്ള ഗായക സംഘത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ആത്മാവിൽ തുടർന്നും ഞങ്ങൾക്ക് കഥ പാടുവാൻ, ആനന്ദിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ ദൈവമായ കർത്താവെ, വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ചതായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ചുമതലക്കാർക്ക് വേണ്ടി, കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപ അനുഗ്രഹങ്ങൾ നൽകിയതിനായിട്ട് സ്തോത്രം. ഇന്ന് കൂടി വന്നിരിക്കുന്ന ഈ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, നിന്റെ വചനം കേട്ട് ജീവിതത്തിൽ കർത്താവെ സമർപ്പണമുള്ളവരായി പോകേണ്ട പാത കാണിച്ചു തരുമ്പോൾ ആ പാതയിൽ മുന്നോട്ട് പോകുവാൻ നീ സഹായിക്കണമേ. ധന്യരായിട്ട് കടന്നു പോകുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആദ്യോടന്തും നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ.
welcome and announcements. ബഹുമാനപ്പെട്ട ഷാജി എം തോമസ് അച്ഛൻ. അഭിവന്യ ജോസഫ് മാർ ബർന്നമാസ് തിരുമേനി, അഭിവന്യ ഗ്രിഗോറിയസ് മാർ സ്തേഫാനോസ് തിരുമേനി, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ആത്മായ നേതാക്കളെ, പട്ടത്തോ സമൂഹമേ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ സംക്ഷിപ്തമായ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാവ് 60-1 വിളിച്ച് വേർതിരിക്കപ്പെട്ട സഭയുടെ ദൗത്യവും നിയോഗവും ലക്ഷ്യവും ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ സാക്ഷികളാകുവാൻ മലബാറിലേക്ക് വിശ്വാസയാത്ര നടത്തിയ വിശ്വാസ സമൂഹത്തിൻ്റെയും സഭയുടെയും പ്രേക്ഷിത വേലയുടെ സുവിശേഷ ദർശനത്തിൻ്റെയും ആവിഷ്കാരമാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനം. ഉത്തര കേരളത്തിൽ വടക്കൻ ജില്ലയിൽ 7 ജില്ലകളും തമിഴ്നാട്ടിലെ ഗുഡല്ലൂർ, UAE-യിൽ ദുബായ് എന്നീ പ്രദേശങ്ങൾ ദൗത്യ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പ്രവർത്തന സൗകര്യാർത്ഥം ഭദ്രാസനത്തെ 8 സെൻ്ററുകളായി വിഭജിച്ചിരിക്കുന്നു. 52 പട്ടക്കാരും 30 സുവിശേഷകരും അനുബന്ധ പ്രവർത്തകരും വിവിധ ശുശ്രൂഷകൾക്കായി നിയോഗിതരായിരിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ 72 ഇടവകകളും 8 കോൺഗ്രിഗേഷനുകളും ദൗത്യ നിർവഹണത്തിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും 5 മേഖലകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. 1 മിഷൻ പ്രവർത്തനങ്ങൾ, 2 ആതുര സേവനം, 3 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 4 വികസന പ്രവർത്തനങ്ങൾ, 5 വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. മിഷൻ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭദ്രാസനത്തിൽ ഇരിട്ടി, മട്ടന്നൂർ, അങ്ങാടിശ്ശേരിത്തട്ട്, ചെറുപുഴ, കാടമന, പരപ്പ, മട്ടന്നൂർ, നടവയൽ, കോട്ടുപാടം, പടിഞ്ഞാറേക്കര, ദാസനക്കര, മാനന്തവാടി, വടുവഞ്ചാൽ, സുൽത്താൻ ബത്തേരി, മുത്തങ്ങ, ചുള്ളിയോട്, പാലക്കാട്, അഗളി, ഷോളയൂർ, പല്ലശന, കുഴൽമന്നം, പെരുമണ്ണൂർ, വരട്ടിക്കര, വരാക്കര, പൊന്നാനി, ഉപ്പട, പൂവത്തിപ്പാറ, കാരക്കോട് എന്നീ മിഷൻ കേന്ദ്രങ്ങൾ ആസ്ഥാനമാക്കി സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 30 സുവിശേഷകർ വിവിധ മിഷൻ കേന്ദ്രങ്ങളിൽ താമസിച്ച് അനുഗ്രഹീത ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. 2 ആതുര സേവനം സഭയുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. മലബാറിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. ചുങ്കത്ര മാർത്തോമ ഹോസ്പിറ്റലും പാലക്കാട് കുഴൽമന്നം BAJM ഹോസ്പിറ്റലും. നമ്മുടെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായ പുരോഗതി കാണുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് നമ്മുടെ ആശുപത്രികൾ വലിയ ആശ്വാസമാണ്. തുടർന്നും ആശുപത്രിയുടെ വളർച്ചയ്ക്ക് സഭാമക്കളുടെ പിന്തുണയും സഹകരണവും ഏറെ ആവശ്യമാണ്. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്ക് താമസിക്കുന്നതിനും ചികിത്സയും മറ്റുപദേശങ്ങളും ലഭിക്കുന്നതിന് ഉദ്ദേശിച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻ്ററുകൾ. പരിയാരം ഗൈഡൻസ് സെൻ്റർ ദിവ്യ നികേതൻ എന്ന പേരിൽ കഴിഞ്ഞ 7 സംവത്സരങ്ങളായി നിർധന രോഗികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നു. കോഴിക്കോട് ഗൈഡൻസ് സെൻ്റർ 7 വർഷക്കാലമായി സമാനമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൂടാതെ HIV/AIDS ബാധിതർക്കുള്ള കൂട്ടായ്മ, AA മീറ്റിങ്ങുകൾ, ഗൈഡൻസ് സെൻ്ററിൽ താമസിക്കുന്നവർക്ക് സൗജന്യമായ ഭക്ഷണം, ഈ ശുശ്രൂഷകൾ ഏറ്റവും ഫലകരമായ രീതിയിൽ കോഴിക്കോട് മാർത്തോമ ഗൈഡൻസ് സെൻ്ററിൽ തുടരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബലഹീനരും നിരാലംബരുമായവരോടുള്ള സാമൂഹ്യ പ്രതിബദ്ധത സഭയുടെ ദൗത്യമാണ്. അതിൻ്റെ ഫലമായാണ് നമ്മുടെ ഭദ്രാസനത്തിലെ വൃദ്ധ മന്ദിരങ്ങൾ, ഉപ്പടയിലുള്ള കരുണാലയവും തൃശ്ശൂർ നെല്ലിക്കുന്നുള്ള ശ്രീ രവിവർമ്മ മന്ദിരവും വയോജനങ്ങളുടെ പരിപാലനത്തിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. കുന്നംകുളം അക്കിക്കാവിലുള്ള വൃദ്ധസദനത്തിലും വയോജനങ്ങളുടെ പരിചരണം നടക്കുന്നു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരും പഠനത്തിൽ സമർത്ഥരുമായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സ്കോളർഷിപ്പുകൾ, വിവാഹ ധനസഹായം, ഭവന നിർമ്മാണ സഹായം, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ, ചികിത്സാ സഹായങ്ങൾ എന്നിവ ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ച് നൽകുന്നു. നഴ്സിംഗ് പഠനത്തിനായി ഭദ്രാസനത്തിലെ നിർധനരായ പെൺകുട്ടികൾക്ക് പഠന സഹായം നൽകുന്നു. ഭദ്രാസനത്തിലെ പാവപ്പെട്ട വിധവകളുടെ ഉന്നമനത്തിനും സഹായത്തിനുമായി തന്നാണ്ടിൽ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൃപ്തി പ്രോജക്റ്റ്.
വികസന പ്രവർത്തനങ്ങൾ. സാമൂഹ്യ വികസനവും സ്ത്രീ ശാക്തീകരണവും ഊന്നൽ നൽകിക്കൊണ്ട് വികസന സംഘങ്ങൾ നമ്മുടെ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്നു. മലബാർ മിഷൻ കോംപ്ലക്സ് ഉൾപ്പെടെ ഈ ദൃശ്യ പ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തന കേന്ദ്രമാണ്. കുട്ടികളിലൂടെ കുടുംബത്തിൻ്റെയും കുടുംബങ്ങളിലൂടെ സമൂഹത്തിൻ്റെ അഭ്യുന്നതിയും വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ CDC അഥവാ ശിശു വികസന കേന്ദ്രങ്ങൾ. കമ്പാഷൻ ഇൻ്റർനാഷണലുമായി സഹകരിച്ച് നാം ചെയ്യുന്ന ഈ ശുശ്രൂഷ അനേക കുഞ്ഞുങ്ങൾക്ക് ശാരീരികവും മാനസികവുമായുള്ള പരിപോഷണത്തിന് ഗണ്യമായ രീതിയിൽ സഹായിക്കുന്നു. ഉപ്പട, വടുവഞ്ചാൽ, ചെറുപുഴ എന്നിവിടങ്ങളിൽ ശിശു വികസന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആളത്വത്തിൻ്റെ വികാസവും വിമോചനവും എന്ന ലക്ഷ്യത്തോടെയും ദർശനത്തോടെയും ഭദ്രാസനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സെൻറ് തോമസ് സ്കൂൾ എന്ന പേരിൽ പൊന്നാനി, ചുള്ളിയോട്, നെടുവാളൂർ എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. പൊന്നാനിയിൽ പുതിയ സ്കൂൾ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. അക്കിക്ക ദീനബന്ധുവിലും തൃശ്ശൂർ രവിവർമ്മയിലും പുതിയ നഴ്സറി സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ അങ്ങാടി ശരിത്തെറ്റിൽ പുതിയ പ്രൈമറി സ്കൂളുകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. കാസർഗോഡ് കഴിഞ്ഞ 34-ലധികം വർഷമായി പ്രവർത്തിക്കുന്ന മാർത്തോമ സ്കൂൾ ഫോർ ദി ഹിയറിംഗ് ഇംപയർഡ് ബദിര വിദ്യാലയം അതിൻ്റെ വികസന പാതയിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടി BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന പുതിയ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ വർഷം ആരംഭിച്ചു. 25 ബദിരരായ വിദ്യാർത്ഥികൾ ആദ്യ ബാച്ചിൽ പഠനം തുടരുന്നു. പുതിയ കോളേജ് ക്യാമ്പസും മറ്റു സജ്ജീകരണങ്ങളും ഇതിനായി നാം ഒരുക്കേണ്ടതുണ്ട്. കാസർഗോഡ് ബദിയടുക്കയിലുള്ള മാർത്തോമ കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സമൂഹത്തിൽ ശാരീരിക വെല്ലുവിളികൾ ഉള്ള കുട്ടികളോടുള്ള പ്രതിബദ്ധതയുടെ നിദർശനമാണ്. തുടർ പഠനങ്ങൾക്ക് അംഗീകാരത്തിനായി അവിടെയുള്ള കെട്ടിട പണികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പുതിയ കോഴ്സുകൾ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, മാസ്റ്റർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നീ കോഴ്സുകൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. ചുങ്കത്രയിലുള്ള നമ്മുടെ മാർത്തോമ കോളേജും മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും ഈ പ്രദേശത്തുള്ള അനേക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി വരുന്നു. ഗൂഡല്ലൂർ സെൻറ് തോമസ് സൊസൈറ്റിയുടെ കീഴിലുള്ള സ്കൂളുകൾ ഭദ്രാസനത്തിലെ ഇടവകളുടെ നിയന്ത്രണത്തിൽ നടത്തപ്പെടുന്ന മറ്റ് സ്കൂളുകളും ഈ ഭദ്രാസനത്തിലുണ്ടെന്നുള്ളത് പ്രസ്താവ്യമാണ്. തേഞ്ഞിപ്പാലത്തുള്ള സ്റ്റുഡൻസ് യൂത്ത് സെൻറ്റർ കോളേജ് വിദ്യാർത്ഥികളുടെ മധ്യത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. സ്റ്റുഡൻസ് സെൻറ്ററിൻ്റെ പുതിയ ബിൽഡിംഗ് നിർമ്മാണം പുരോഗമിക്കുന്നു. ആയുസിൻ്റെ ദശാംശം ക്രിസ്തുവിനായി ലൈഫ് ടൈറ്റ് ഫോർ ക്രൈസ്റ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആളുകളെ ഒരുക്കുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടെ നമ്മുടെ ഭദ്രാസനത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് LTC ലൈഫ് ടൈറ്റ് ഫോർ ക്രൈസ്റ്റ്. സഭയിൽ തന്നെ ആദ്യമായി എന്ന് പറയുവാൻ കഴിയും വിധം ഭദ്രാസനം ആരംഭിച്ച ഈ പ്രവർത്തനം ബിരുദമോ ബിരുദാനന്തര ബിരുദമോ പ്രൊഫഷണൽ ബിരുദമോ നേടിയിട്ടുള്ള യുവതി യുവാക്കൾ ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും മിഷൻ ഫീൽഡുകളിലോ സ്ഥാപനങ്ങളിലോ ശുശ്രൂഷ ചെയ്യുവാൻ സന്നദ്ധരായി വരണം എന്ന പ്രതീക്ഷയാണ് ഇതിനുള്ളത്. അഡിക്ഷൻ പ്രവർത്തനങ്ങൾ ഷോളയൂർ ദർശന റീഹാബിലിറ്റേഷൻ ആൻഡ് അഡിക്ഷൻ സെൻറ്റർ, വയനാട്ടിൽ നടവേൽ മുക്തി അഡിക്ഷൻ സെൻറ്റർ മദ്യപാനത്തിനും മറ്റ് സാമൂഹ്യ തിന്മകൾക്കും അടിമപ്പെട്ടവരെ അതിൽ നിന്ന് വിടുവിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ, കൗൺസിലിംഗ്, ചികിത്സകൾ എന്നിവ ഈ കേന്ദ്രങ്ങൾ നടക്കുന്നു. ഷോളയൂർ അഡിക്ഷൻ സെൻറ്ററിൽ ക്യാമ്പ് സെൻറ്റർ ആളുകൾക്ക് താമസിക്കുന്നതിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 സ്യൂട്ട്സുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അതിൻ്റെ പകുതി പണികൾ ഇതിനോടകം കഴിഞ്ഞു. മുക്തിയിലെ എക്സ്റ്റൻഷൻ പ്രവർത്തനങ്ങൾ താമസിയാതെ ആരംഭിക്കുന്നു അത്രേ. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് വിശ്വാസികളായ നിങ്ങൾ ഏവരിൽ നിന്നുമാണ്. ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദുബായ് മാർത്തോമ ഇടവക നൽകുന്ന സാമ്പത്തിക സഹായം ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. നമ്മുടെ ഭദ്രാസന പ്രവർത്തനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളും സ്പോൺസർ ചെയ്യുന്ന ഭദ്രാസനത്തിന് പുറത്തുള്ള ഇടവകളോടും വ്യക്തികളോടുമുള്ള നന്ദി നിസ്സീമമാണ്. നവംബർ മാസം നടക്കുന്ന ഭദ്രാസന ദിന കലക്ഷൻ, സുവിശേഷ നിധി ഇവ താമസമിന ഭദ്രാസന ഓഫീസ് നൽകി നമ്മുടെ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കണമെന്ന് ഇടവകളോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. നാളെ ഇതുവരെ ഓരോ ഇടവകളും നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ കൈത്താങ്ങലിന് നന്ദി അറിയിക്കുന്നു. അഭിവന്യ മാർത്തോമ മെത്രാപ്പോലീത്തയുടെയും സഭാ നേതൃത്വത്തിൻ്റെയും കരുതലും സ്നേഹവും ഈ ഭദ്രാസനത്തിൽ നിന്നും വിലപ്പെട്ടതാണ്. അഭിവന്യ ഗ്രിഗോറിയസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ കാര്യക്ഷമവും ക്രിയാത്മകവുമായ നേതൃത്വം, ഭദ്രാസന ട്രഷററുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം,
ഭദ്രാസന കൗൺസിൽ അംഗങ്ങളുടെ ആലോചനയും പങ്കാളിത്തവും, ഭദ്രാസന അസംബ്ലി അംഗങ്ങളുടെ സഹകരണം, വിശ്വാസികളുടെ പ്രാർത്ഥനാപൂർവമായ കൈത്താങ്ങൽ, ദൈവകൃപയുടെ അനുസീതമായ വ്യാപാരം എന്നീ ഘടകങ്ങൾ നമ്മുടെ ഭദ്രാസന പ്രവർത്തനങ്ങൾക്ക് ചലനാത്മകതയും ദിശാബോധവും നൽകിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ഈ വിധ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. ഒരു നിർധന വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യുക, വയോവൃദ്ധരെ പരിചരിക്കുവാൻ സഹായിക്കുക, നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പഠനത്തിനായി സഹായിക്കുക, സുവിശേഷകരെ സ്പോൺസർ ചെയ്യുക, സുവിശേഷ വേലയ്ക്കായും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും ഔദാര്യമായി സംഭാവന നൽകി സഹായിക്കുക. ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗിക നാവായ ഭദ്രാസന പ്രകാശത്തിൻ്റെ വരിക്കാരാകുക. വിശ്വാസ സമൂഹമേ തുറന്നും ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഔദാര്യമായി സഹായിക്കുക, നിസ്വാർത്ഥ പങ്കാളികളായി തീരുക. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ലഘു പ്രസ്താവന ഉപസംഹരിക്കുന്നു. എൻ്റെ അടുത്ത കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ 61ാമത് സമാപന സമ്മേളനത്തിൻ്റെ വജ്ര ജൂബിലി സമാപന ആഘോഷങ്ങളുടെ അധ്യക്ഷനും നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭിമന്യ ഗ്രിഗോറിയസ് മാർ സ്തെഫാനോസ് തിരുമേനി ഈ കൺവെൻഷൻ്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി നമ്മെ അനുഗ്രഹിച്ച് ആശംസാ സന്ദേശം നൽകുന്ന അടൂർ ഭദ്രാസന അധിപൻ അഭിമന്യ ജോസഫ് മാർ ബർന്നമാസ് എപ്പിസ്കോപ്പ തിരുമേനി, വികാരി ജനറൽ വന്യ ദിവ്യശ്രീ ജയൻ തോമസ് അച്ചൻ, കൺവെൻഷൻ കൺവീനർ ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ചൻ, അടൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ചൻ, വജ്ര ജൂബിലി സുവനീറിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മാത്യു പി അച്ചൻ, വജ്ര ജൂബിലി സുവനീറിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കെ പി തോമസ് അച്ചൻ, ഭദ്രാസന കൺവെൻഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ടി ബി കുര്യൻ സാർ, ട്രഷറർ ശ്രീ ജോർജ് വർഗീസ്, അക്കൗണ്ടന്റ് പ്രിയ ജോസ് ഫിലിപ്പ്, വികാരി ജനറൽ, മറ്റ് വൈദികരെ, വിശ്വാസ സമൂഹമേ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ്റെ 61ാം സമ്മേളനത്തിൻ്റെ സമാപന യോഗത്തിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1954 ആരംഭിച്ച ചുങ്കത്ര കൺവെൻഷൻ 60 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ കൺവെൻഷനോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം എന്നതും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രത്യേകതയാണ്. വജ്ര ജൂബിലിയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന സുവനീറിൻ്റെ പ്രകാശം ഇന്ന് നിർവഹിക്കപ്പെടുന്നു. വജ്ര ജൂബിലിയുടെ പ്രോജക്റ്റായി കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ഈ ഭദ്രാസനത്തിലെ 2 സുവിശേഷകരുടെ സന്ധാരണത്തിൻ്റെ ഫണ്ട് ശേഖരിച്ചത് അത് ഇന്ന് ഔദ്യോഗികമായി അഭിമന്യ സ്തെഫാനോസ് തിരുമേനിക്ക്, ഭദ്രാസന എപ്പിസ്കോപ്പയ്ക്ക് ഇന്ന് കൈമാറുന്നതത്രേ. ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ 60 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ഘട്ടത്തിൽ നാഥൻ നടത്തിയ വഴികളെ നമുക്ക് ഓർക്കാം. അനുഭവിച്ച നന്മകൾ അനവരതമാണ്. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കൺവെൻഷന് അനുഗ്രഹീതമായ നേതൃത്വം നൽകിയ അഭിവന്യരായ തിരുമേനിമാർ, പട്ടക്കാർ, സുവിശേഷകർ, ആത്മായ നേതാക്കൾ, കൺവെൻഷനായി അഹോരാത്രം അധ്വാനിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ച നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ എല്ലാവരുടെയും സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കൺവെൻഷൻ്റെ സമാപന സമ്മേളനത്തിൻ്റെയും വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിൻ്റെയും അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ഗ്രിഗോറിയസ് മാർ സ്തെഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണ്. ഈ കൺവെൻഷൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും എല്ലാ യോഗങ്ങൾക്കും അഭിമന്യ തിരുമേനിയുടെ ശ്രേഷ്ഠമായ നേതൃത്വം, അനുഗ്രഹീതമായ നിർദ്ദേശങ്ങൾ, പ്രാർത്ഥന, ആലോചനകൾ നമുക്ക് ലഭിച്ചു. സജീവമായ സാന്നിധ്യം കൊണ്ട് ഈ കൺവെൻഷനെ ധന്യമാക്കി. എല്ലാ മീറ്റിങ്ങുകൾക്കും അധ്യക്ഷനായി യോഗ നടപടികളെ നിയന്ത്രിച്ചു. ഇന്നലെ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തമായ ദൈവവചനം നമുക്കായി പങ്കിട്ടു, നമ്മെ അനുഗ്രഹിച്ചു. ജീവിതത്തിൻ്റെ മരുഭൂമികളെ മരുപ്പച്ചയാക്കുന്ന കർത്താവ്, നമ്മുടെ അരികിലേക്ക് അസാധാരണമായ രീതിയിൽ വന്നെത്തുന്ന ക്രിസ്തു, പകച്ചു നിൽക്കുമ്പോൾ നീട്ടപ്പെട്ട കരങ്ങളുമായി നമ്മുടെ അരികിലെത്തുന്ന ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യാനുള്ള ശക്തമായ ആഹ്വാനം നമുക്ക് ഇന്നലെ ലഭിച്ചു. ഇന്നത്തെ ഈ യോഗത്തിലും വജ്ര ജൂബിലി സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ഈ യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്യ ഗ്രിഗോറിയസ് മാർ സ്തെഫാനോസ് തിരുമേനിക്ക്
ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെയും നാമത്തിലുള്ള ഭക്തി ആദരപൂർവമായ സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനിയെ ഈ ഭദ്രാസനത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി 1997 മുതൽ 2001 വരെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പയായി, ഭദ്രാസന അധ്യക്ഷനായി ഈ ഭദ്രാസനത്തിന് ആത്മീയമായ ഭൗതികമായ വളർച്ചയ്ക്ക് ശക്തമായ നേതൃത്വം നൽകി. നമ്മുടെ ഈ കൺവെൻഷനുകളൊക്കെ അനുഗ്രഹീതമായ നടത്തിപ്പിന് ആ കാലഘട്ടത്തിൽ ധന്യമായ നേതൃത്വം നൽകി. സഭയുടെ പാരമ്പര്യത്തിൽ ഊന്നൽ നൽകി. നവീകരണ ദർശനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ സഭാമക്കൾക്ക് അതിൻ്റെ പ്രസക്തിയും അർത്ഥവും പൊരുളും ആരാധനയിലൂടെയും വചന പ്രഘോഷണത്തിലൂടെയും ലേഖനങ്ങളിലൂടെയും സംവേദനം ചെയ്യുവാൻ തിരുമേനി അതീവ ശ്രദ്ധാലുവാണ്. അടൂർ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പയായി മലേഷ്യ, സിംഗപ്പൂർ, ന്യൂസിലാൻഡ് എന്നീ ഭദ്രാസനങ്ങളുടെ അധ്യക്ഷനായി ഈ നാളുകളിൽ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്നു. അഭിവന്യ തിരുമേനി കുടിയേറ്റത്തിൻ്റെ 50 വർഷം ജൂബിലി കൊണ്ടാടിയ ആ കാലയളവിൽ 2000 സഹസ്രാബ്ദ ജൂബിലിയും കുടിയേറ്റത്തിൻ്റെ ജൂബിലിയും സംയുക്തമായി ഈ പന്തലിൽ ആഘോഷിച്ചത് ഈ സമയത്ത് ഓർക്കുന്നു. കുടിയേറ്റക്കാരെ ആ ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് അതോടനുബന്ധിച്ചുള്ള വ്യത്യസ്തമായ പ്രോജക്റ്റുകൾക്ക് തിരുമേനിയുടെ ദർശനമാണ്. തിരുമേനി ആരംഭിച്ച ആ പ്രസ്ഥാനങ്ങൾ, പ്രോജക്റ്റുകളൊക്കെ ഭംഗിയായി ഈ ഭദ്രാസനം തുടരുന്നു എന്നുള്ളത് അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനിയെ ഈ കൺവെൻഷൻ്റെ നാമത്തിലും ഭദ്രാസനത്തിൻ്റെ നാമത്തിലും സഭാമക്കളുടെ നാമത്തിലും വളരെ ഭക്തിയോടെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട EJ ജോർജ് അച്ഛൻ, അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ പുല്ലഞ്ചേരി ദേവാലയങ്ങളില്ലാത്ത സമയത്ത്, പാഴ്സനേജില്ലാത്ത സമയത്ത് അന്നത്തെ കയ്പും വേദനയും അഭിമുഖീകരിച്ച വിശ്വാസ സമൂഹത്തിന് പ്രതീക്ഷയും പ്രത്യാശ നൽകുന്ന ഒരു ശമാശനായി ഈ ഭദ്രാസനത്തിൻ്റെ ഇടവകൾക്ക്, വിശ്വാസ സമൂഹത്തിന് ധന്യമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട EJ ജോർജൻ ഇവിടെ പട്ടക്കാരനായി വിവിധ കാലഘട്ടങ്ങൾ പ്രവർത്തിച്ചു. പുല്ലഞ്ചേരി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ ഒരു പോസ്റ്റ് ബോക്സ്, ആ കാലത്തിൽ നിലമ്പൂരിലാണ് എഴുത്തിടാനായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു പോസ്റ്റ് ബോക്സ് പുല്ലഞ്ചേരിക്കാർക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ആ പോസ്റ്റ് ബോക്സ് ക്രമീകരിച്ച് നൽകിയത് ബഹുമാനപ്പെട്ട EJ ജോർജനാണ്. ആ കാലഘട്ടത്തിൽ നിന്നും എത്രയോ ഘാതം നാം വളർന്ന് മുന്നേറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട EJ ജോർജൻ ബർന്നബാസ് തിരുമേനിയുടെ മൂത്ത സഹോദരനാണല്ലോ. EJ ജോർജിനെ വളരെ സന്തോഷത്തോടെ ഈ ഭദ്രാസന കൺവെൻഷനിലേക്ക് വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടൂർ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട എബ്രഹാം അലക്സാണ്ടർ തോമസ് അച്ഛൻ, കൺവെൻഷൻ ജനറൽ കൺവീനർ ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ഛൻ, ട്രഷറർ മിസ്റ്റർ തോമസ് വർഗീസ്, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് മിസ്റ്റർ ജോസ് ഫിലിപ്പ്, വജ്ര ജൂബിലി സുവിനീർ കൺവീനർ ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛൻ, എഡിറ്റർ ആയി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് മാത്യു P അച്ഛൻ, സഹപട്ടക്കാർ, സുവിശേഷകർ, സേവനിമാർ, ഗായക സംഘം, പ്രിയ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വിശ്വാസ സമൂഹം, ഏവർക്കും സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ റാഫേൽ തട്ടിൽ തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ഇതൊരു വചന കൂടാരമാണ്. വചനം പേമാരിയായി പെയ്തിറങ്ങണം. അത് ഈ ദിവസങ്ങളിൽ വചനം പേമാരിയായി പെയ്തിറങ്ങി നമ്മുടെ ഉള്ളിൽ അത് ഫലം കായ്ക്കട്ടെ. രൂപാന്തരത്തോടെ, പുതുദർശനത്തോടെ തുടർന്നും ഭദ്രാസനമായി, വിശ്വാസമുഖമായി വിശ്വാസയാത്ര നമുക്ക് തുടരാം. അതിനായി ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നന്ദി അറിയിക്കുക. ഈ കൺവെൻഷൻ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ച ശ്രീ GP കുര്യൻ, വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനി, അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി, വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജയൻ തോമസ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി റവറൻ ഷാജി M തോമസ് അച്ഛൻ, അടൂർ ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സാണ്ടർ തോമസ് അച്ഛൻ, മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ,
പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ഫലം രുചിച്ചറിഞ്ഞ 8 ദിവസത്തെ വചനോത്സവത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കൺവെൻഷൻ്റെ വജ്രജൂബിലിയുടെ സമാപന സമ്മേളനവും ഇപ്പോൾ നടക്കുന്നു. മലബാറിൻ്റെ മണ്ണിൽ 60 വർഷം വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ ഈ കൺവെൻഷനിലൂടെ ദൈവം കൃപ ചെയ്തു. അതിൻ്റെ ഫലം ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാരിൽ കൂടി ഉള്ളങ്ങളെ ഉണർത്തുന്ന ദൂതുകൾ ഈ വർഷവും കേൾക്കുന്നതിന് നമുക്ക് അവസരം ലഭിച്ചു. അതിനായി അനുകൂല സാഹചര്യങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചു. ആ പരമകാരുണികനായ സ്നേഹവാനായ സർവശക്തന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടും തിരുവചനപ്രകാരം ജീവിക്കുവാൻ ശക്തി നൽകണമെന്ന പ്രാർത്ഥനയോടെയും 61ാമത് കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷന് നേതൃത്വം നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി ഗാനശുശ്രൂഷയോടെ കൺവെൻഷൻ സജീവമാക്കിയ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഗാനരചയിതാക്കളിൽ നിന്ന് 11 പുതിയ ഗാനങ്ങൾ കണ്ടെത്തി അതിൻ്റെ CD-യും പാടിപ്പതിഞ്ഞ 89 ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി പാഠപുസ്തകവും രൂപപ്പെടുത്തിയും പല ഇടവുകളിൽ നിന്നുള്ള ഗായകരുൾപ്പെട്ട ഗായക സംഘം രൂപീകരിച്ചും അവരുടെ ഗാനശുശ്രൂഷയിലൂടെ കൺവെൻഷൻ ആദ്യോടന്തം സജീവമാക്കിയ പ്രിയപ്പെട്ടവരെ ആദ്യമായി പരിചയപ്പെടുത്തുന്നു. കൺവെൻഷൻ ഗായക സംഘം കൺവീനർ റവറൻ ഗീവർഗീസ് മാത്യു, കൊയർ ലീഡർ ശ്രീ ബിനു തോമസ്, ഷനോജ് CA, വർഗീസ് മത്തായി, ജിജു മാത്യു, ജിജോ സജി ഈപ്പൻ, മനു പ്രസാദ്, സനു പ്രസാദ്, ജോസഫ് മത്തായി, ഡിനോജ് അബ്രഹാം മാത്യു, ജുബിൻ ജസ്റ്റിൻ, റീത തോമസ്, എലിസബത്ത് സാമുവൽ, അൻസ LC അലക്സ്, ഷെറിൻ ഫിലിപ്പ് മാത്യു, സൂസൻ ഗീവർഗീസ്, പ്രിസില്ല സൂസൻ തോമസ്, പ്രിസ്ക അന്ന തോമസ്, ഡെൻസി അബ്രഹാം, പ്രീത ജോസ്, നീമ ജോസ്, ഷിനു ജോസ്, ജെയ്സി ജസ്റ്റിൻ, ജെയ്നി ജസ്റ്റിൻ, ചരിസ്മ M ഗീവർഗീസ്. കീബോർഡ് സ്റ്റുവർട്ട് ആവണീശ്വരം, ഗിത്താർ ബിജു മാർക്ക് ജോൺ, റിതം പാഡ് ഷൈൻ ജോൺ, തബല ജിജു ജോസഫ് തോമസ്. പുതിയ ഗാനങ്ങളുടെ രചന റൈറ്റ് റവറൻ ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, റവറൻ ബാബു K മാത്യു, അബ്രഹാം ജോർജ് മധുരങ്കൽ, തോമസ് കുഴിക്കാല, സതീഷ് KS, തോമസ് അലക്സാണ്ടർ, സനൽ P ജോർജ് പാലാങ്കര, ജിജി മാത്യു ചുങ്കത്തറ, PD ജോൺ. സംഗീതം നൽകിയവർ ജോസി പുല്ലാട്, ജിമ്മി ചാക്കോളമണ്ണിൽ, വിൽസൺ ചേന്നനാട്ടിൽ, റവറൻ ജേക്കബ് തോമസ് മണ്ണാർക്കാട്, സ്റ്റുവർട്ട് ആവണീശ്വരം, സനൽ P ജോർജ്, PD ജോൺ. അഭിമന്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനിയുടെ ആമുഖ സന്ദേശവും 11 പുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി CD രൂപപ്പെടുത്തിയവർ. ഓർക്കസ്ട്രേഷൻ മിസ്റ്റർ സ്റ്റുവർട്ട് ആവണീശ്വരം, റെക്കോർഡിംഗ് സ്റ്റാൻലി അലക്സ്, മിക്സിംഗ് അജിത് A ജോർജ്, സ്റ്റുഡിയോ DSMC തിരുവല്ല. കവർ രൂപകൽപ്പന ചെയ്തത് ജിഷു ജേക്കബ് ചിരട്ടോൽ. CD-യിലെ ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയവർ റവറൻ ഗീവർഗീസ് മാത്യു, മിസ്റ്റർ ബിനു തോമസ്, മിസ്റ്റർ മനു പ്രസാദ്, ഡിനോജ് അബ്രഹാം, ജിജോ സജി ഈപ്പൻ, മിസ്സിസ് സൂസൻ ഗീവർഗീസ്, ഷെറിൻ ഫിലിപ്പ് മാത്യു, ഷിനു ജോസ്, എലിസബത്ത് സാമുവൽ, നിമ ജോസ്. പാഠപുസ്തകം ഗാനങ്ങൾ തിരഞ്ഞെടുക്കുകയും ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത റവറൻ ഗീവർഗീസ് മാത്യു ചന്തക്കുന്ന് കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ്. പാഠപുസ്തകത്തിൻ്റെ കവർ രൂപകൽപ്പന ചെയ്തത് റവറൻ റോഷൻ V മാത്യു. അടുത്ത ദൗത്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. കൺവെൻഷൻ്റെ എല്ലാ യോഗങ്ങളിലും സുവിശേഷകരുടെ സമ്മേളനത്തിനും അധ്യക്ഷനായി നേതൃത്വം നൽകുകയും ശനി രാത്രി യോഗത്തിൽ തിരുവചന പ്രഘോഷണം നടത്തുകയും ഇപ്പോൾ സമാപന സന്ദേശം നൽകുകയും ചെയ്യുന്ന ഭദ്രാസനാധ്യക്ഷനും കൺവെൻഷൻ കമ്മിറ്റി പ്രസിഡന്റുമായ അഭിമന്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനി പ്രതിഷ്ഠാ ശുശ്രൂഷ, വിശുദ്ധ കുർബാന ശുശ്രൂഷ എന്നിവയ്ക്ക് നേതൃത്വം നൽകുകയും കുട്ടികളുടെ ബൈബിൾ ക്ലാസ്സിൽ പൂർണ്ണസമയം പങ്കെടുത്ത് പ്രബോധനം നൽകുകയും ചെയ്തു. CD-യുടെയും പാഠ്യപുസ്തകത്തിൻ്റെയും പ്രകാശനം നിർവഹിച്ചു. തിരുമേനിയുടെ മാർഗനിർദ്ദേശങ്ങളും സാന്നിധ്യവുമാണ് ഈ കൺവെൻഷൻ്റെ സുഗമമായ നടത്തിപ്പിൻ്റെ ശക്തി കേന്ദ്രം. തക്കതായ പ്രസംഗകരെ കണ്ടെത്തിയതോടൊപ്പം തീരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ക്രമീകരണങ്ങൾ പോലും ശ്രദ്ധ വെച്ച് നിർദ്ദേശങ്ങൾ നൽകി. തിരുമേനിയുടെ അനുഗ്രഹകരമായ ദൂതുകൾക്കായും നേതൃത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹാദരങ്ങളും കൃതജ്ഞതയും അർപ്പിക്കുന്നു.
അഭിമന്യ സ്തേഫാനോസ് തിരുമേനിയുടെയും കൺവെൻഷൻ കമ്മിറ്റിയുടെയും ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ അഭിമന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി ഭദ്രാസനാധ്യക്ഷനായും കൺവെൻഷൻ കമ്മിറ്റി പ്രസിഡന്റുമായി 1997 മുതൽ 2001 വരെ ഈ കൺവെൻഷന് നേതൃത്വം നൽകിയിട്ടുണ്ട്. മലബാർ കുടിയേറ്റത്തിൻ്റെ സുവർണ ജൂബിലിയും 2 സഹസ്രാബ്ദങ്ങളുടെ ജൂബിലിയും സമന്വയിപ്പിച്ച് ജൂബിലി മഹാജൂബിലി എന്ന പേരിൽ ഈ ഭദ്രാസനത്തിൽ നടത്തിയത് അഭിമന്യ തിരുമേനിയുടെ പദ്ധതിയായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിനും സമാപനത്തിനും ഈ കൺവെൻഷനാണ് വേദിയായത്. ആ ജൂബിലിയുടെ പരിപാടികളിലെ പദ്ധതികൾ ഭദ്രാസനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി നിലനിൽക്കുന്നു. അഭിമന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനിക്ക് കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കൃതജ്ഞതയും ആദരപൂർവ്വം അർപ്പിക്കുന്നു. കൺവെൻഷന് നേതൃത്വം നൽകിയവരും വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുകയും സഹകരണങ്ങൾ നൽകുകയും ചെയ്ത എല്ലാവർക്കും തുടർന്ന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് തിരുവചനം ഘോഷിച്ച ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യാഴാഴ്ച രാത്രി എക്യൂമെനിക്കൽ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകിയ അഭിമന്യ പൗലോസ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത ഈ തിരുമേനിമാരുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തിങ്കൾ ചൊവ്വ ബുധൻ രാത്രി യോഗങ്ങൾ വചന ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കലച്ചൻ വെള്ളിയാഴ്ച രാത്രി യോഗത്തിലും സുവിശേഷകരുടെ സമ്മേളനത്തിലും സന്നദ്ധ സുവിശേഷ സംഘം സമ്മേളനത്തിലും മുഖ്യ പ്രസംഗകനായിരുന്ന 2 ദിവസത്തെ ബൈബിൾ ക്ലാസ്സിന് നേതൃത്വം നൽകിയ ബ്രദർ തോമസ് മാത്യു എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ലഹരി വിരുദ്ധ സമ്മേളനത്തിലും സേവ്യാ സംഘം യുവജന സഖ്യം എന്നിവയുടെ സമ്മേളനങ്ങളിലും മുഖ്യ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട റീന ജോൺ കൊച്ചമ്മ, സൺഡേ സ്കൂൾ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകിയ സമാജം അസിസ്റ്റൻറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രിൻസ് വർഗീസ് അച്ഛൻ, കുട്ടികളുടെ യോഗത്തിനും സൺഡേ സ്കൂൾ സമ്മേളനത്തിനും ഗാനങ്ങൾ പരിശീലിപ്പിക്കുകയും കുട്ടികളുടെ യോഗത്തിൽ ബൈബിൾ പഠനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത സമാജം പ്രവർത്തകരായ അനിൽ എം ജോൺ, ജിസിൻ എം ഫിലിപ്പ്, ബിജു ബാബു എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഭദ്രാസനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വികാരി ജനറലുടെ ശുശ്രൂഷ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 2 ടേം ഈ കൺവെൻഷൻ്റെ ജനറൽ കൺവീനറായിരുന്ന റവറൻഡ് ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ്റെ അനുഗ്രഹകരമായ നേതൃത്വം ഭദ്രാസനത്തിനും കൺവെൻഷനും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആദരവും കൃതജ്ഞതയും അറിയിക്കുന്നു. ഭദ്രാസന സെക്രട്ടറി റവറൻഡ് ഷാജി എം തോമസ് അച്ഛൻ ജനനം കൊണ്ട് ഈ ഭദ്രാസനത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും പുത്രനാണ്. ഈ കൺവെൻഷനിൽ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായി സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് പട്ടത്ത ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ടത്. ഭദ്രാസന കൺവെൻഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അടൂർ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട അലക്സ് തോമസ് അച്ഛൻ ഈ കൺവെൻഷനിൽ മുൻപ് വചനഘോഷണം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. സഭയിലെ സീനിയർ വൈദികനായ ബഹുമാനപ്പെട്ട ഇ ജെ ജോർജ് അച്ഛനെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ഓർക്കുകയും കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് സെക്രട്ടറി റവറൻഡ് മനോജ് മാത്യൂസ് അച്ഛൻ കൺവെൻഷനിലെ ഭദ്രാസന സ്റ്റാളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു, നന്ദി അറിയിക്കുന്നു. സഭയുടെ അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ കൺവെൻഷനിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു, നന്ദി രേഖപ്പെടുത്തുന്നു. ഭദ്രാസന ട്രഷറർ ശ്രീ വർഗീസ് തമ്പിയുടെ സഹായ സഹകരണങ്ങൾക്കായി നന്ദി അറിയിക്കുന്നു. ഈ ഭദ്രാസനത്തിനുള്ള സഭാ കൗൺസിൽ അംഗങ്ങളായ റവറൻഡ് ജോൺസൺ സി ജേക്കബ് അച്ഛൻ, ശ്രീ ബേബി മാത്യു, ശ്രീമതി എലിസബത്ത് മാത്യു, യോഗത്തിൽ പങ്കെടുത്ത സഭാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി അവരോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളട്ടെ. യോഗങ്ങളിലും വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും മറ്റു പരിപാടികളിലും വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സംഘടനകളുടെ ചുമതലക്കാർ, മറ്റു പ്രവർത്തകർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഭദ്രാസനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭദ്രാസനത്തിന് പുറത്തുനിന്നും പങ്കെടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കൊച്ചമ്മമാർ, ഇതര സഭകളിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സഭാ ശുശ്രൂഷകർ, സുവിശേഷകർ, സേവനിമാർ എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഈ കൺവെൻഷന് മുൻകാലങ്ങളിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരും പ്രവർത്തകരും പങ്കെടുത്തു, നന്ദി അറിയിച്ചുകൊള്ളട്ടെ. കൺവെൻഷൻ ജനറൽ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സബ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. കൺവെൻഷൻ ഗാനങ്ങളുടെ സെലക്ഷൻ, പാഠപുസ്തകത്തിൻ്റെ അച്ചടി, CD നിർമ്മാണം, ഗായകസംഘം എന്നിവയുടെ ചുമതല വഹിച്ചത് ബഹുമാനപ്പെട്ട ഗീവറീസ് മാത്യു അച്ഛൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ്. കമ്മിറ്റി അംഗങ്ങളോടും ഗാനരചയിതാക്കൾ, ഈണം പകർന്നവർ, കൊയർ ലീഡർ ബിനു തോമസ്, റെക്കോർഡിങ്ങിനായി പാടിയവർ, ഗായകസംഘാംഗങ്ങൾ, വാദ്യോപകരണങ്ങൾ വായിച്ചവർ, CD നിർമ്മാണത്തിൽ സഹായിച്ചവർ, ഇവർ എല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു.
ഇന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ ഗാനശുശ്രൂഷ നയിച്ചത് ചുങ്കത്ര ശാലയും ഇടവ സംഘങ്ങളാണ്. നന്ദി അറിയിച്ചുകൊള്ളട്ടെ. പ്രതിഷ്ഠാ ശുശ്രൂഷയുടെയും അനുധാവന സമ്മേളനത്തിൻ്റെയും ചുമതല റവൻ പി തോമസ് മാത്യു അച്ഛനായിരുന്നു. കൃതജ്ഞത അറിയിക്കുന്നു. തങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ആദ്യമായി സമർപ്പിക്കപ്പെട്ടവരെയും പുനഃസമർപ്പണം ചെയ്തവരെയും ഇവരുടെ മാതാപിതാക്കളെയും അനുമോദിക്കുന്നു. പ്രാർത്ഥനാലയത്തിൻ്റെയും മധ്യസ്ഥ പ്രാർത്ഥനയുടെയും ഒരുക്ക പ്രാർത്ഥനയുടെയും ചുമതല വഹിച്ച റവൻ അബ്രഹാം വർഗീസ്, പ്രാർത്ഥനാലയത്തിൽ ശുശ്രൂഷ ചെയ്ത ശ്രീ ഒ വി മത്തായി, ശ്രീമതി സൂസമ്മ ഈപ്പൻ, പാഠപുസ്തകത്തിൻ്റെയും CD-യുടെയും വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ റവൻ അജി വർഗീസ്, ശ്രീ ബിജു അബ്രഹാം PV ജെയിംസ്, സഹായിച്ച സുവിശേഷകർ വോളണ്ടിയേഴ്സ്, പ്രസംഗത്തിൻ്റെ CD-യുടെ ചുമതല വഹിച്ച റവൻ ആശിഷ് തോമസ്, റവൻ നോബിൾ വി ജേക്കബ്, സജിമോൻ PT, ബിനു വർഗീസ്. വജ്ര ജൂബിലി പ്രൊജക്ടിൻ്റെ ഭാഗമായ സുവനീറിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛൻ, തോമസ് മാത്യു അച്ഛൻ, ജിജു ജോസഫ് അച്ഛൻ എന്നിവർ ആണ് നേതൃത്വം നൽകി. ഇവർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ക്രമപരിപാലനത്തിൻ്റെയും വാഹന പാർക്കിൻ്റെയും ചുമതല റവറൻ സുഗു ഫിലിപ്പ് മാത്യു അച്ഛനും, അഷറിങ്ങിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛനുമായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ ഇട്ടി മത്തായി, MA എബ്രഹാം, PC അലക്സാണ്ടർ, CK റോബിമോൻ, ശ്രീമതി ബെറ്റി ജോർജ്, ശോശാമ പോത്തൻ എന്നീ കമ്മിറ്റി അംഗങ്ങളും, സുവിശേഷകർ, വോളണ്ടിയേഴ്സ്, സെമിനാരി വിദ്യാർത്ഥികൾ, മറ്റനേകം ഇടവാങ്ങൾ ഇവരെല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചു. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇരിപ്പിട ക്രമീകരണത്തിൻ്റെ ചുമതല റവൻ നോബിൾ വി ജേക്കബ് അച്ഛന് നേതൃത്വം നൽകിയ കമ്മിറ്റിക്കായിരുന്നു. റവൻ ആഷിഷ് തോമസ്, പോളാശ്രം, മോനി മാത്യു എന്നിവരോടൊപ്പം വോളണ്ടിയേഴ്സും സംഘടനകളുടെ ചുമതലക്കാരും പ്രവർത്തിച്ചു. നന്ദി അറിയിക്കുന്നു. വാർത്തകളും ചിത്രങ്ങളും യഥാസമയം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതിന് പിന്നിൽ റവൻ ഷെറി ടോം മാത്യൂസ് അച്ഛനാണ് പ്രവർത്തിച്ചത്. കൺവെൻഷൻ നോട്ടീസ്, ബാനർ എന്നിവയും അച്ഛൻ ക്രമീകരിച്ച് വിതരണം ചെയ്തു. അച്ഛനോടൊപ്പം ശ്രീ PV ബിനു വർഗീസ് പ്രവർത്തിച്ചു. നന്ദി അറിയിച്ചോട്ടെ. ചുങ്കത്തറ നിലമ്പൂർ സെൻ്ററുകളിലെ ഇടവുകളാണ് പന്തലിനും സ്റ്റാളുകൾക്കുള്ള ഓല സൗജന്യമായി നൽകിയത്. ഇതിൻ്റെ സംഭരണം നടത്തിയ റവറൻഡ് അജി വർഗീസിൻ്റെ നേതൃത്വത്തിൽ റവറൻ ബിനു P തോമസ്, റവൻ ഷെറിൻ ടോം മാത്യു, റവറൻ അബ്രഹാം വർഗീസ്, റോബി മോൻ, CT ജോർജ് എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയാണ്. നന്ദി അറിയിക്കുന്നു. പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കൺവെൻഷൻ കമ്മിറ്റിയുടെ ചുമതലക്കാരും റവറൻ ബിനു P തോമസ് അച്ഛനുമാണ്. പന്തൽ മേയലിന് ഭദ്രാസന സെക്രട്ടറി റവറൻ ഷാജി M തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ചുങ്കത്തറ സെൻ്ററുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഇടവാങ്ങളും പങ്കെടുത്തു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ താമസ സൗകര്യവും പരിചരണവും അതീവ ശ്രദ്ധയോടെ നിർവഹിച്ച് ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛനും ബിജി കൊച്ചമ്മയുമാണ്. അച്ഛനും കൊച്ചമ്മയ്ക്കും നന്ദി. പ്രസംഗകർക്കും മറ്റ് അതിഥികൾക്കും താമസ സൗകര്യം ഒരുക്കിയത് വർഗീസ് അബ്രഹാം, ലീലാമ്മ ജോൺ, പോളാശ്രം, PG മത്തായി, മേരി തോമസ്, തോമസ് K വർഗീസ്, PM മാത്യു, KT തോമസ്, KC മാത്തക്കുട്ടി എന്നിവരുടെ ഭവനങ്ങളിലാണ്. ശ്രീ CC മാത്തക്കുട്ടി അഭിനന്ദ ബർണബാസ് തിരുമേനിക്കും പ്രസംഗകർക്കും ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ആതിഥ്യം നൽകി സഹായിച്ചു. പ്രസംഗകർക്കുള്ള വാഹനവും പല അവസരങ്ങളിൽ ഭക്ഷണവും ക്രമീകരിച്ചു. നന്ദി അറിയിക്കുന്നു. അഭിനന്ദ തിരുമേനിമാർക്കും പ്രസംഗകർക്കും മറ്റതിഥികൾക്കും ചുങ്കത്തറ പാഴ്സനേജിൽ ഭക്ഷണം ക്രമീകരിച്ച് ആതിഥ്യമരുളി പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനും ക്രിസ്റ്റി കൊച്ചമ്മയ്ക്കും നന്ദി. ക്ലർജി ആൻഡ് ഇവാഞ്ചലിസ്റ്റ് ഷെഡിൽ റവൻ തോമസ് മാത്യു അച്ഛനോടൊപ്പം പ്രവർത്തിച്ച ജോസ് ഫിലിപ്പ്, വിൽസൺ, KT തോമസ്, ലാൽബായ്, PG മത്തായി, മേരിക്കുട്ടി സാജൻ, സൂസൻ സണ്ണി, ശോശാമ്മ പോത്തൻ, തങ്കമ്മ, കൂടാതെ ജോസ്, അസീസ്, കുഞ്ഞുമോൾ, ലിസി, രാധ. ഭക്ഷണ പാക്കറ്റുകൾ ക്രമീകരിച്ച ഫുഡ് കമ്മിറ്റിയും ചുങ്കത്തറ ശാലയും യുവന സഖ്യാംഗങ്ങളും ഇവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. വിവിധ രീതിയിൽ സഹായകരമായ സ്റ്റാളുകൾ പന്തൽ പരിസരത്ത് പ്രവർത്തിച്ചു. അതിൽ പ്രവർത്തിച്ചവരുള്ള നന്ദി അറിയിക്കുന്നു. ഭദ്രാസന സ്റ്റാൾ ബിഷപ്പ് സെക്രട്ടറി റവൻ മനോജ് മാത്യൂസ്, ഭദ്രാസന ട്രഷറർ വർഗീസ് തമ്പി, ലിജോ, ലിനോ, സുരേഷ്. സ്വഭാവ പ്രസിദ്ധീകരണങ്ങളുടെ സ്റ്റാളിൽ സഭാതാരകയ്ക്ക് തോമസ് ഡാനിയൽ, സന്നദ്ധ സന്ദേശം, കൽക്കുളം മിഷൻ ഇവയുടെ പ്രവർത്തകനായ ഇവാഞ്ചലിസ്റ്റ് ജോൺ രഘുനാഥ്, ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യു റാന്നി, സുവിശേഷദൂതൻ്റെ സ്റ്റാളിൽ ഇവാഞ്ചലിസ്റ്റ് വർഗീസ് തോമസ്, കരുണാലയം വൃദ്ധമന്ദിരം സ്റ്റാളിൽ ഡിജോ ജോസഫ് കുഞ്ഞറ്റിജോ, ശ്രീ രവിവർമ്മ മന്ദിരം സ്റ്റാളിൽ റവൻ മാത്യൂസ് മാത്തുണ്ണി ജിജു, ലഹരി വിമോചന പ്രസ്ഥാനത്തിൻ്റെ സ്റ്റാളിൽ ശ്രീ MM ചാക്കോ, MG അലിയാമ്മ കൊച്ചമ്മ, MA എബ്രഹാം. സേവിയ സംഘത്തിന് ശ്രീമതി ബെറ്റി ജോർജ്, ശ്രീമതി അനില സുനിൽ, ശാന്തമ്മ അബ്രഹാം.
യുവജന സഖ്യം പുസ്തകശാലയിൽ റവറൻ സുഗു ഫിലിപ്പ് മാത്യൂസിൻ്റെ നേതൃത്വത്തിൽ അജീഷ്, ക്രിസ്റ്റഫർ ഹെൻറി, ജെറി, ബ്ലസൻ. സർവീസ് ഏജൻസിയിൽ തോമസ് സാം, പോൾ ആശ്രം, ബിജു. വയനാട് മിഷൻ സ്റ്റാളിൽ റവറൻ റെജി യോഹന്നാനച്ചൻ്റെ നേതൃത്വത്തിൽ ഇവാഞ്ചലിസ്റ്റ് എം എബ്രഹാം, വിപിൻ. വയനാട് ട്രൈബൽ മിഷൻ സ്റ്റാളിൽ റവറൻ പോൾ ജേക്കബ്, ഇവാഞ്ചലിസ്റ്റ് ജി മാത്യു, ഇവാഞ്ചലിസ്റ്റ് ഷിബു എം തോമസ്. പാലക്കാട് മിഷനിൽ റവറൻ ജി വിൽസൺ, ഇവാഞ്ചലിസ്റ്റ് ഷാദിരം വർഗീസ്, സിസ്റ്റർ പി എസ് മേരിക്കുട്ടി. അട്ടപ്പാടി മിഷൻ സ്റ്റാളിൽ റവറൻ വർഗീസ് ഫിലിപ്പ്, ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോസഫ്, വിനോദ് കെ ജിജോ. മാർത്തോമ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അത്യാഹിത വിഭാഗത്തിൽ മിസ്സിസ് ആൻസി സുബിൻ എന്നിവർ പ്രവർത്തിച്ചു. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കരളായി പാലാങ്കര മൂത്തേടം ഭാഗത്തു നിന്നുള്ളവർക്ക് യാത്രാക്ലേശം ഒഴിവാക്കുന്നതിന് KSRTCയുടെ സ്പെഷ്യൽ ട്രിപ്പ് ഏതാനും രാത്രികൾ ലഭിച്ചു. KSRTC അധികൃതരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സെൻറ്റ് മേരീസ് മലക്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ വിശാലമായ അങ്കണത്തിൽ പാർക്കിങ്ങിന് അനുമതി ലഭിച്ചതിനാലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലപരിമിതി പരിഹരിക്കുവാൻ കഴിഞ്ഞത്. ദീർഘവർഷങ്ങളായി സൗകര്യം നൽകി സഹായിക്കുന്ന ഇടവക ചുമതലക്കാരോടും ഇടവകയോടും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. മൈക്ക് ഉപയോഗത്തിന് അനുമതി നൽകിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും, വാർത്തയും ചിത്രങ്ങളും യഥാസമയം പ്രസിദ്ധീകരിച്ച അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ, അവയുടെ പ്രതിനിധികളായ സുഹൃത്തുക്കൾ, ഇവരെയോടെല്ലാമുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. നോട്ടീസിൻ്റെയും പാഠപുസ്തകത്തിൻ്റെയും മുദ്രണം നിർവഹിച്ചത് കൽപ്പക പ്രോസ് ഞെട്ടിക്കുളം, ലൈറ്റ് ആൻഡ് സൗണ്ട് നിസൻ ഉപ്പട, ഫോട്ടോഗ്രാഫി ഫോട്ടോടെക് ചുങ്കത്ര, സ്റ്റേജ് ഡെസ്ക് കസേര കമാനം മംഗല്യ നിലമ്പൂർ, പ്രസംഗത്തിൻ്റെ CD-യും ബാഡ്ജും ക്യൂബ് ഡിവൈസസ് ആൻഡ് സിസ്റ്റംസ് നിലമ്പൂർ. ഇവരെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഭദ്രാസന കൺവെൻഷൻ പരിപാടികളുടെ തത്സമയ സംപ്രേഷണം ആദ്യമായിട്ടാണ് നടപ്പിലാക്കിയത്. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകർക്ക് ഇത് പ്രയോജനകരമായി. ഈ ക്രമീകരണം ചെയ്തത് തൃശ്ശൂർ ഏബനേസർ ഇടവാംഗമായ ശ്രീ ജോർജ് സ്കാൻഡിൽ TV. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ സാമ്പത്തികമായി സഹായിച്ച ഇടവകൾ ശ്രീ KC ബാബു, ബേബി മറൈൻസ് കോഴിക്കോട്, മറ്റനേകം വ്യക്തികൾ, ജൂബിലി ധനസമാഹരണത്തിൽ സഹകരിച്ചവർ, ഒരുക്കപ്രാർത്ഥനയിലും പന്തൽമേലിലും സഹകരിച്ചവർ, എല്ലാ ക്രമീകരണങ്ങളും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ചുങ്കത്തറ ശാലയും ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, മറ്റ് ഇടവകങ്ങൾ, ഇടവക ട്രസ്റ്റി ശ്രീ ജോൺ പി ചെറിയാൻ, വിൽസൺ. കൺവെൻഷൻ ദിവസങ്ങളിലും മറ്റവസരങ്ങളിലും ക്രമീകരണങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകൻ മോനിച്ചൻ, തിരുമേനിയുടെ വാഹനത്തിൻ്റെ സാരഥി ലൈജു, പ്രസംഗകരെ യഥാസമയം എത്തിക്കുന്ന സാരഥി പ്രിയപ്പെട്ട ആ സഹോദരൻ, വാഹനങ്ങളുടെ പാർക്കിംഗ് നിയന്ത്രിക്കുന്ന രാജു, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൺവെൻഷൻ ജനറൽ കൺവീനർ റവൻ ജിജു ജോസഫ് അച്ഛൻ കാര്യക്ഷമതയുടെ പര്യായമാണ്. ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷയുടെ ഉത്തരവാദിത്വവും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അനേകം മാസങ്ങളായി കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുന്നു. അതിവേഗം ബഹുദൂരം എന്നത് നമുക്ക് പരിചയമുള്ള പ്രയോഗമാണെങ്കിലും അത് അച്ഛനും യോജിക്കുമെന്നതിന് സംശയമില്ല. യുവത്വത്തിൻ്റെ ആവേശവും പ്രവർത്തനത്തോടുള്ള ആഭിമുഖ്യവും അച്ഛൻ്റെ മുഖമുദ്രയാണ്. അച്ഛൻ്റെ സഹകരണം സഹപ്രവർത്തകരായ ഞങ്ങൾക്ക് ഏറെ സഹായകരമായിട്ടുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും അച്ഛനോടും കുടുംബത്തോടും ഭദ്രാസന കൺവെൻഷൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ചുങ്കത്തറ ശാലയും ഇടവകവാരി ബഹുമാനപ്പെട്ട P. തോമസ് മാത്യു അച്ഛൻ ഈ വർഷം മെയ് മാസത്തിലാണ് ഇവിടെ ശുശ്രൂഷയ്ക്കായി എത്തിയത്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടുത്തെ സഭാപ്രവർത്തനങ്ങളുമായി ഇഴുകിച്ചേർന്നു. പ്രത്യേകിച്ചും കൺവെൻഷൻ്റെ നടത്തിപ്പ്. കൺവെൻഷന് അച്ഛനെ ഏൽപ്പിച്ചുള്ള പ്രത്യേക ചുമതലകൾ നിർവഹിക്കുക മാത്രമല്ല, ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ ശ്രദ്ധ പതിയുന്നു. സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാരാമൺ കൺവെൻഷൻ്റെ സംഘാടകരിൽ ഒരാളാണ് അച്ഛൻ. അച്ഛൻ്റെ ശുശ്രൂഷകൾക്കായി ഭദ്രാസന കൺവെൻഷൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. കൺവെൻഷൻ ട്രഷറർ ശ്രീ ജോർജ് വർഗീസ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൂടാതെ പന്തൽ നിർമ്മാണം, സ്റ്റാളുകളുടെയും കൺവെൻഷൻ വേദിയുടെയും ക്രമീകരണം മുതലായി അനേകം ഉത്തരവാദിത്തങ്ങൾ കാര്യക്ഷമതയോടെയും കൃത്യനിഷ്ഠയോടെയും നിർവഹിച്ചു. പ്രിയപ്പെട്ട പൊന്നച്ചൻ സാറിന് കൺവെൻഷൻ്റെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അക്കൗണ്ടൻറ്റ് ശ്രീ ജോസ് ഫിലിപ്പിൻ്റെ സഹകരണ മനോഭാവത്തെ അഭിനന്ദിക്കുന്നു. നാവടക്കൂ പണിയെടുക്കൂ എന്നത് പ്രായോഗിക തലത്തിലെത്തിച്ച പ്രിയപ്പെട്ട ജോസ് ഭക്ഷണശാലയിലും ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കൺവെൻഷൻ്റെ നന്ദി അറിയിക്കുന്നു.
ഒരിടത്തും പ്രത്യക്ഷപ്പെടാതെ നിശബ്ദ ശുശ്രൂഷ ചെയ്ത അനേകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ച, യോഗങ്ങളിലും മറ്റ് ശുശ്രൂഷകളിലും പങ്കെടുത്ത വിശ്വാസ സമൂഹത്തിനായി അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ആരെയെങ്കിലും പരാമർശിക്കാതെ വിട്ടുപോയെങ്കിൽ മനഃപൂർവ്വമല്ല, ക്ഷമിക്കണമേ. ബലഹീനനായ എനിക്കും ദീർഘവർഷങ്ങൾ എളിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. സഹായവും സഹകരണവും നൽകിയ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. വജ്രജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട്. അതിനായി സഹകരിക്കാം, പ്രാർത്ഥിക്കാം. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ്റെ പേരിൽ ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിൽ നിന്നും വിരമിക്കുന്നു. Souvenir release. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദിയ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി, അഭിനന്ദിയ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനി, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന അച്ഛന്മാരെ, കൺവെൻഷൻ കമ്മിറ്റി സംഘാടകരെ, മറ്റു ചേർന്ന് വന്നിരിക്കുന്ന അച്ഛന്മാരെ, സഭാജനങ്ങളെ, സ്നേഹവന്ദനം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. 60 വർഷം പൂർത്തീകരിക്കുന്ന ചുങ്കത്തറയിൽ നടക്കുന്ന നമ്മുടെ ഭദ്രാസന കൺവെൻഷൻ്റെ ഈ സമാപന ദിവസം, അതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ന് ഒരു സ്മരണിക പ്രകാശനം ചെയ്യുകയാണ്. വജ്രജൂബിലിയുടെ സമാപന കൺവെൻഷൻ കമ്മിറ്റി ചേർന്ന സമയത്ത് അത് എപ്രകാരം നടത്തണമെന്ന് ചിന്തിച്ചപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ഒരേ ആഗ്രഹമായിരുന്നു, ഇത് ആഘോഷങ്ങളുടെ ഒരു പെരുപ്പമാകാതെ കാര്യക്ഷമമായ ദേശത്തിൻ്റെ നന്മയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് കാരണമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സാധ്യമായി തീരണം എന്നുള്ളത്. അതിനുവേണ്ടി ഒരു സുവനീർ പ്രസിദ്ധീകരിക്കുമ്പോൾ എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് ഒരു ചിന്തകൾ പലപ്പോഴും ഉണ്ടാകും. സുവനീർ പ്രസിദ്ധീകരണത്തിലൂടെ മലബാറിലെ കുടിയേറ്റ ചരിത്രം, ഈ കൺവെൻഷൻ്റെ ഓർമ്മകൾ, അതിനുവേണ്ടി ഓർമ്മകളുടെ സംഗമം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നടത്തി. 60 വർഷം ഈ കൺവെൻഷനെ സംബന്ധിച്ചവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഈ ഭദ്രാസനത്തിൽ കാലാകാലങ്ങളിൽ ഈ കൺവെൻഷനിലൂടെ ലഭിച്ചതായ ദൈവിക ദർശനമനുസരിച്ച് സ്ഥാപിതമായ ഭദ്രാസനത്തിലെ സ്ഥാപനങ്ങളുടെ ചരിത്രം, ഈ ഭദ്രാസന കൺവെൻഷനിലൂടെ സമർപ്പിക്കപ്പെട്ട വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന പട്ടക്കാരുടെയും സുവിശേഷകരുടെയും ജീവിത അനുഭവങ്ങൾ, നമ്മുടെ സഭയിലെ തിരുമേനിമാരുടെ ആശംസാ സന്ദേശം, ഇവയടങ്ങുന്ന ഒരു സ്മരണികയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിലൂടെ സമാഹരിക്കുന്ന പണം ചെലവഴിപ്പാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഭദ്രാസനത്തിൽ, പ്രത്യേകിച്ച് ചുങ്കത്തറ സെൻറ്ററിൽ സ്ഥാപിതമായ കരുണാലയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കാണ്. അവിടെ സന്ദർശിക്കുന്നവർക്കറിയാം, ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരുമിച്ച് ഭക്ഷിപ്പാൻ നല്ലൊരു മെസ്സോളില്ല, പാചകം ചെയ്യാനായിട്ട് നല്ല ഒരു കിച്ചൺ ഇല്ല, കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുവാനായിട്ട് സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ഈ കൺവെൻഷനിലൂടെ, കൺവെൻഷൻ്റെ ഈ വജ്രജൂബിലി സ്മരണികയിലൂടെ ശേഖരിച്ച് 25 ലക്ഷം രൂപയെങ്കിലും, 25 ലക്ഷം രൂപ എന്ന് പരിമിതപ്പെടുത്തുകയില്ല, 25 ലക്ഷം രൂപയെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകത്തക്ക വിധത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ചുങ്കത്തറ നിലമ്പൂർ ഇടവകയിലെ പല ഇടവകൾ സന്ദർശിച്ച്, ആളുകളെ വ്യക്തിപരമായി സന്ദർശിച്ച് അതിനു വേണ്ടതായ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തി പോലും നെഗറ്റീവായ ഒരു സംസാരം ആരുടെയും വായൊന്നുണ്ടായില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു. തുടർന്ന് ക്രിസ്മസ് കാലയളവ് വന്നപ്പോൾ ആ ഡ്രൈവ് സ്വല്പം നിർത്തിവെച്ചു. ഈ കൺവെൻഷൻ സമാപനത്തിന് ശേഷം വീണ്ടും അത് ആരംഭിച്ച് യഥാസമയം തന്നെ ആ മെസ്സോൾ കിച്ചൻ്റെ പണി ആരംഭിക്കത്തക്ക വിധത്തിൽ
ഈ കൺവെൻഷൻ കമ്മിറ്റി ഉദ്ദേശിച്ച പണം നൽകുവാനുള്ള ക്രമീകരണം ചെയ്തു വരുന്നു. എന്നാൽ ഇന്ന് ആ സ്മരണികയുടെ ഒരു ഡമ്മി മാത്രമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ശരിയായിട്ടുള്ളതായ ഒരു പുസ്തക സ്മരണിക നമ്മളുടെ ഈ വജ്രജൂബിലി സ്മരണാർത്ഥം നിലനിർത്തുന്ന ഈ മെസോളിൻ്റെയും കിച്ചൻ്റെയും കൂദാശ നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ലഭ്യമാകത്തക്ക വിധത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ സ്മരണയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ജിജി ജോസഫ് അച്ഛൻ, അതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന KP തോമസ് അച്ഛൻ, കമ്മിറ്റി അംഗങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ആ ഡമ്മിയായിട്ടുള്ളതായ സുവനീർ പ്രകാശനം ചെയ്ത് നൽകുന്നതിന് ഭദ്രാസന അധ്യക്ഷനോട് വിനയത്തോടെ അപേക്ഷിക്കുന്നു. അത് സ്വീകരിക്കണമെന്ന് അടൂർ ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ബർന്നബാസ് തിരുമേനിയോടും വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. Evangelist is fund receiving. അറുപത് വർഷം നമ്മുടെ ഭദ്രാസന കൺവെൻഷനിൽ വ്യാപരിച്ച ദൈവകൃപകളെ ഓർത്ത് സ്തോത്രം. സുവിശേഷ വേലയിൽ അനേകരെ സംഭാവന ചെയ്യുവാൻ നമുക്ക് ദൈവം അവസരം നൽകി. വജ്രജൂബിലി ആഘോഷങ്ങൾ കൊട്ടും കുരവയുമില്ലാതെ ലളിതവും അർത്ഥപൂർണവുമായി ക്രമീകരിക്കുവാൻ ഇടയാക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. വജ്രജൂബിലി ഉദ്ഘാടനത്തിൽ ആരംഭിച്ച 2 സുവിശേഷകരുടെ 1 വർഷത്തെ ശമ്പളം അഭിവന്ദ്യ തിരുമേനിയെ ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ ട്രഷറർ പ്രിയപ്പെട്ട ജോർജ് വർഗീസ് ഏൽപ്പിക്കുകയും അഭിവന്ദ്യ തിരുമേനി ഇത് ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്നുള്ളത് അപേക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളിലും ചുമതലക്കാർക്ക് ഇത് തുടരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ഈ ആവശ്യത്തിലേക്ക് പേര് പറയുവാൻ ആഗ്രഹിക്കാത്ത ഒരാൾ 75,000 രൂപ നൽകിയത് നന്ദിയോടെ ഓർക്കുന്നു. ദൈവം ഇതിന് സഹായം ചെയ്ത എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. വജ്ര ജൂബിലി സമാപന സമ്മേളനത്തിന് അഭിമന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി ഈ സമയത്ത് ആശംസ അർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വികാരി ജനറാളച്ചൻ, വന്യ വൈദികരെ, കുഞ്ഞുങ്ങളെ, കർത്താവിലത്രയും വാത്സല്യമുള്ളവരെ, ഈ സ്റ്റേജിൽ നിൽക്കുന്നത് കോരിധരിപ്പിക്കുന്ന